മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ബിജിമോൾ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലിജോ. ഞങ്ങൾ കൂത്താട്ടുകുളത്തു നിന്നാണ് വരുന്നത്. 2015 മെയ് 18 ഞങ്ങളുടെ വിവാഹം. 9 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി. എനിക്ക് PCOD പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ മാറി മാറി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. ഒരു 5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. പിന്നീട് ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന 1% പോലും അങ്ങനെ പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് ഓരോ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൃപാസനം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പത്രമൊക്കെ കാണാറുണ്ട്, യൂട്യൂബ് അങ്ങനെയൊക്കെ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ അത്ര എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ട് അത്ര വിശ്വാസമൊന്നും അന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞാണ്, ആൻറ്റി എപ്പോഴും ഇങ്ങനെ നിർബന്ധിക്കാറുണ്ട്, ഇങ്ങനെ കൃപാസനത്തിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ വരാനൊരു ഭയങ്കര താല്പര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ട്. പക്ഷെ വരാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു തടസ്സം വന്നത് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് വന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പോയി. അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും, തൈലം വയറ്റിൽ തൂക്കും, പിന്നെ ഉപ്പൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ മാസം നവംബർ ആയപ്പോഴത്തേക്കും ഇങ്ങനെ പീരിയഡ്സ് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഒരു 12 ദിവസത്തോളം മുന്നോട്ടായപ്പോഴത്തേക്കും ഇങ്ങനെ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു പരിശോധിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, 9 വർഷമായിട്ടും എന്നും ഇങ്ങനെ പരിശോധിക്കും, പക്ഷേ അതൊന്നും പോസിറ്റീവ് റിസൾട്ടുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചു, നീ ഇങ്ങനെ കൃപാസനത്തിലൊക്കെ പോയതല്ലേ, അപ്പോൾ എന്തായാലും പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സ്ട്രിപ്പ് വാങ്ങി നോക്കി. പക്ഷെ ഞാൻ ആ സ്ട്രിപ്പ് മേടിച്ചോണ്ട് വന്ന് വെച്ചപ്പോൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മാതാവിൻ്റെ ഇങ്ങനെ ഒരു ഉടമ്പടി പത്രികയും പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി സ്ട്രിപ്പ് വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നും നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വരയെ കാണാറുള്ളതിൽ, അപ്പോൾ ഇതെനിക്ക് ഒരു 2 വരയാക്കി തരണം. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അതവിടെ വെച്ചത്. രാവിലെ ഞങ്ങൾ 5:30 ആയപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ട്രിപ്പിൽ 2 വരയുണ്ട്. അപ്പം എനിക്കന്നേരം ഞാൻ ഓർത്തു ആ സ്ട്രിപ്പ് കേടായിരിക്കും എന്നോർത്തു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി നേഴ്സ്, അപ്പം ചേച്ചിക്ക് അപ്പം തന്നെ മെസ്സേജ് ഇങ്ങനെ അയച്ചു, ഇതിങ്ങനെ 2 വരയുണ്ടോ, അത് എനിക്ക് തോന്നണമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരിക്കും ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേക്കും ചേട്ടായോട് ഇങ്ങനെ പറഞ്ഞു, പോസിറ്റീവ് റിസൾട്ടാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പം അമ്മ തൊട്ടപ്പുറത്ത് മുറിയിലുണ്ട്. അപ്പം അമ്മേനെ വിളിച്ചു. അപ്പം അമ്മ വന്നു. ഞങ്ങളങ്ങനെ ഭയങ്കര കൂട്ടക്കരച്ചിലായി അവസാനം. അതിനുശേഷം പിറ്റേ ദിവസമാണെങ്കിലും എനിക്കങ്ങ് അത് പിന്നെ എൻ്റെ മനസ്സ് പറയും, അങ്ങനെ വിശ്വസിക്കാനങ്ങ് പറ്റുന്നില്ല. മാതാവിൻ്റെ ഇവിടെ വന്നിട്ട് പോയി പിറ്റേ മാസം തന്നെ ഇങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ബാഗിൽ ബൈബിള്, കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത കാശ് രൂപം എപ്പോഴും ഞാൻ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒരു ബാത്റൂമിൽ കയറിയാൽ പോലും ആ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലിങ്ങനെ മുറുക്ക പിടിക്കും. അങ്ങനെ എപ്പോഴും അത് പിടിക്കുമ്പോൾ നമുക്കൊരു ശക്തി പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ലാബിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു വിശ്വാസം, ഇത് സത്യമാണോ എന്ന്, അങ്ങനെ 9 വർഷമായിട്ടും ഇങ്ങനെ ഒരിക്കൽ പോലും കാണാത്തതുകൊണ്ട് സത്യമാണോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ബാഗിൽ നിന്ന് ബൈബിള് പയ്യെ ഇങ്ങനെ ആരും കാണാതെ എടുത്ത് തുറന്നു നോക്കി. അപ്പോൾ തുറന്നപ്പോൾ എനിക്ക് ഒരു വചനം കിട്ടി, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് അടച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പം സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പോസിറ്റീവ് റിസൾട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഡോക്ടറെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം പക്ഷേ ഒരു സന്തോഷമല്ല ഉണ്ടായിരുന്നു. ഡോക്ടർ ഭയങ്കര നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്.
ഡോക്ടർ പറഞ്ഞു ഇപ്പം 37 വയസ്സുണ്ട്, അപ്പം ചിലപ്പോൾ ഇത് അബോർഷനായി പോകും, അപ്പം അധികം ആത്മവിശ്വാസമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴും അതെൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് കയറി, ഇതിങ്ങനെ അധികം ആത്മവിശ്വാസമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ആ ഡോക്ടറിനെ കാണാൻ പോകണ്ട, ഇനി നമുക്ക് വേറെ ഡോക്ടറെ മാറി കാണാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ അവിടെ തൊട്ടിങ്ങനെ അവിടെ ചെന്നപ്പോൾ മേരി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കാണാം. അപ്പോൾ എനിക്കൊരു സമാധാനമായി, മാതാവാണല്ലോ മേരി, അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും വരില്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ 5 ആഴ്ച എങ്ങാണ്ട് ആയിട്ടുള്ളൂ, അപ്പോൾ ശരിക്കും തെളിഞ്ഞ് കാണാവോന്നൊന്നും അറിയില്ല, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാനിങ്ങിന് കയറ്റി. അപ്പോൾ ഞാനിങ്ങനെ ഈ കാശുരൂപത്തിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുക, എനിക്ക് ഹാർട്ട് ബീറ്റ് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടുകയില്ല ഇത്ര ആയതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാശുരൂപത്തെ മുറുക്കെ പിടിച്ചേക്കുക, ഹാർട്ട് ബീറ്റ് ഒന്ന് കാണിച്ചു തരണേ. അപ്പോഴത്തേക്കും സ്കാൻ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറുതായിട്ടേ കാണത്തുള്ളൂ, പക്ഷെ ഇങ്ങനെ ഹാർട്ട് ഇടിക്കുന്ന പോലെ കാണാം നമുക്ക്. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാതാവിനെ വിളിച്ച് അവിടെ നിന്ന് തന്നെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ പോന്നു. പക്ഷേ 3-ാം മാസമായപ്പോഴത്തേക്കും ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി. അപ്പോൾ ബ്ലീഡിങ്ങിനിങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഒത്തിരി അലറി കരഞ്ഞു, മാതാവേ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടിങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നതൊക്കെ. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ബ്ലീഡിങ് ആണ് വന്നിട്ടുള്ളൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി. ഇപ്പോൾ 2 ദിവസമായിട്ടും ചെറിയ ബ്ലീഡിങ് ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഈ കാശുരൂപം പിടിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ടും നിൽക്കുന്നില്ല. അപ്പോൾ ഡോക്ടർമാർക്കും പിന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞു ചിലപ്പം അബോർഷനായിട്ട് പോകുന്നു, ചിലർക്ക് 2 ദിവസമാകുമ്പോൾ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ എനിക്കിത് എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് തരണം, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രിയിലൊക്കെ ഉറക്കമില്ല, അങ്ങനെ പ്രാർത്ഥിച്ചു. 4 ദിവസമായപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ ആദ്യം ഒരു സ്കാനിങ് നടത്തി, പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സ്കാനിങ് നടത്തി, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാനിങ് നടത്തി. അപ്പം അന്നേരം ഒന്നും 2 കുട്ടികളാണെന്നുള്ളത് അറിയുന്നില്ലായിരുന്നു. ഈ ബ്ലീഡിങ് വന്ന് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് ഒരു സ്കാനിങ് കൂടെ നടത്തി. 4ാമത്തെ സ്കാനിങ്ങിലാണ് അറിയുന്നത് ഇങ്ങനെ 2 കുട്ടികളാണെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പം ഞാൻ അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിൽ അത് കരഞ്ഞ് നിലവിളിച്ച് വന്നപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നിന്നപ്പോൾ മാതാവ് ഡബിൾ സന്തോഷമാണ് ശരിക്കും അപ്പോൾ തന്നത്. അത് ശരിക്കും മാതാവിൻ്റെ നമ്മുടെ കണ്ണീര് തുടച്ച് മാറ്റുന്ന ഒരു അനുഭവമാണത് എനിക്കും തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം 2 കുട്ടികളായതുകൊണ്ട് സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. വീണ്ടും 5 മാസം കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയി. വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. അതിങ്ങനെ 2-3 ദിവസമായിട്ടും ഒട്ടും നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് അത് 21 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 34 ആഴ്ചയെങ്കിലും എത്തിയാലാണ് കുട്ടികളെ കിട്ടത്തുള്ളൂ, 21 ആഴ്ചയിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോഴേ കാശുരൂപം എടുത്ത് കയ്യിൽ പിടിക്കും. അപ്പോൾ അങ്ങോട്ട് കയറ്റത്തൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ ഒളിച്ച് പിടിച്ചുകൊണ്ടൊക്കെ കയറി പോകും. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ കണ്ടുപിടിച്ചു അത് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ കയ്യിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ ഇതാന്ന് പറഞ്ഞു മാതാവ് കയ്യിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ബിജുമോൾ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാനിങ്ങനെ കരയുമായിരുന്നു ലേബർ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ. അപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് 21 ആഴ്ചയായുള്ളൂ. അപ്പം ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയണത് എനിക്കറിയാം, ഇങ്ങനെ കിട്ടത്തില്ല എന്നിങ്ങനെ പറയണതായിട്ട് തോന്നി. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു 1/2 മണിക്കൂറും കൂടെ നോക്കാം, ഉള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു, ഇനിയും ഇതിലും കുറഞ്ഞില്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റിച്ച് എടുക്കും, അപ്പോൾ തന്നെ ഡെലിവറി ആയി പോകും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി നിലവിളിച്ചെന്ന് പറഞ്ഞ പോലെ കരഞ്ഞപ്പോൾ 20 മിനിറ്റ് കൂടെ നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി. അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി 20 മിനിറ്റ് കൊണ്ട് കൊന്ത തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബ്ലീഡിങ് നിന്നു. അങ്ങനെ പിന്നെ ലേബർ റൂമിൽ നിന്ന് ഇറക്കി.
അങ്ങനെ ഡോക്ടർ പിന്നെ പറഞ്ഞു ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് 5-ാം മാസം തൊട്ട് ഞങ്ങളവിടെ അഡ്മിറ്റായി. എനിക്ക് പക്ഷേ എഴുന്നേക്കാനൊന്നും പാടില്ല, അമ്മ പിടിച്ചാണ് ഏക്കുന്നത്. 2 പേരുള്ളത് കൊണ്ട് പിന്നെ എനിക്ക് സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വശം വെച്ച് തന്നെയായിരുന്നു കിടക്കണേ. ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി. അങ്ങനെ അപ്പോൾ നേഴ്സുമാരൊക്കെ പറയും ഈ സൈഡിലോട്ട് തിരിയുക, പക്ഷേ എനിക്കങ്ങനെ തിരിയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ ഒരു സൈഡ് വെച്ച് കിടക്കുന്നത് അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ കിടക്കാനൊന്നും പറ്റുന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. ഒരു 30 ആഴ്ച എത്തി. അപ്പം 30 ആഴ്ചയൊക്കെ എത്തിയപ്പം ഡോക്ടർമാർക്ക് ഒരു ചെറിയ ഇത് തോന്നി. ഡോക്ടേഴ്സ് പറഞ്ഞു, അവർ തമ്മിൽ പിന്നെ പറയുന്നു ഇത് 37 ആഴ്ച വരെ പോകുമെന്നാണ് തോന്നുന്നത്, നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നു. 30ാമത്തെ ആഴ്ച വരെ മാതാവ് എത്തിച്ചു. 30 ആഴ്ച 5 ദിവസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. 7-ാം മാസം പൂർത്തിയായി, 8 തുടങ്ങി 5 ദിവസമായുള്ളൂ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ സർജറി ചെയ്തു. സർജറി ചെയ്തെടുത്തപ്പോഴത്തേക്കും മൂത്തയാൾ 1 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ആൾ 980 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റ് കുറവായതുകൊണ്ട് NIC വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ NICയിൽ 26 ദിവസം വെച്ചു. 26 ദിവസം കൊണ്ട് അപ്പോഴും ഡോക്ടേഴ്സിനൊന്നും ഒരു വിശ്വാസമില്ല, കാരണം ഇത്രയും വെയിറ്റ് കുറവ് അങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ NIC വെക്കുന്ന പിള്ളേർക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടാം, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്. അപ്പോഴും ഞാൻ ഈ കാശ് രൂപം അവിടെ കൊണ്ടുപോയി പിള്ളേരുടെ NICയിൽ കയറ്റിക്കൊണ്ടുപോയി അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തൈലം കൊണ്ടുപോയി ഇവർ കിടക്കുന്നതിൻ്റെ അവിടെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ 26 ദിവസം കൊണ്ട് ഇവർ 1,200 അങ്ങനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. പെട്ടെന്ന് തന്നെ ഇവർക്ക് പാലില്ല, പൊടിപ്പാലാണ് കൊടുത്തത്. പക്ഷെ പൊടിപ്പാൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ പിള്ളേർ ഒരു കുഴപ്പമില്ലാണ്ടായി വന്നു. ഇപ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ പനി അങ്ങനെയൊക്കെ ഉള്ളൂ. മാതാവ് ഒരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. പിന്നെ ഞാൻ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എഴുത്തപ്പോൾ വചനം എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ വചനം എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതിയായിരുന്നു, എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ പേര് വെച്ച് കൃപാമോൻ ലിജോ എന്നും പെൺകുട്ടിയാണെങ്കിൽ കൃപാ മരിയ ലിജോ എന്നും ഇടാം എന്നാണ് ഞാൻ എഴുതിയത്. പക്ഷേ ഞാൻ ഒരാളെ ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് 2 പേരെ തന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പേര് മാറ്റിയില്ല. കൃപാമോൻ ലിജോ എന്നും എൻ്റെ മോളുടെ പേര് കൃപാ മരിയ ലിജോ എന്നുമാണ്. മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി ഞാൻ പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായത്തിൽ 36 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് 9 വർഷത്തിന് ശേഷം തങ്ങൾ ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്ന ദമ്പതികളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇവിടെ എങ്ങനെയാണ് തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത്? വൃദ്ധയായ വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് നമുക്ക് എങ്ങനെയാണ് ഇന്ന് ജീവിത അനുഭവങ്ങളിലൂടെ ജീവിക്കുന്ന സ്പന്ദനങ്ങളായിട്ട് നമ്മുടെ മുൻപിലേക്ക് ഇന്ന് ഓരോ അനുഭവങ്ങളും കടന്നു വരുന്നത്? ഇവിടെ ലിജോ എന്ന മകളും ലിജോയും ബിജിമോളും ഇവരിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമായിരുന്നു, തങ്ങൾക്ക് മക്കളില്ല എന്നുള്ള ഒരു അവസ്ഥ. എന്നാൽ അവിടെ നിന്ന് ഇന്ന് എങ്ങനെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് തങ്ങളെ ദൈവം കൈപിടിച്ചുയർത്തിയത്? ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നാം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു എന്ന്. ഇന്ന് ഇതൊക്കെയാണ് കൃപാസന അൾത്താരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുക. എങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഈ മകൾക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, പിന്നീട്
കൺസീവ് ആയതിനു ശേഷവും എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉടമ്പടി കാശുരൂപം, അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഇതൊക്കെയാണ് ഈ മക്കൾക്ക് ആലംബമായിട്ടുള്ളത്. അതിലാശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് അവർ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഇന്ന് 2 മക്കളുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് നമുക്ക് നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടിയിൽ നാം വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി കൃപകൾ ചൊരിയും. ഈശോയോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.